ചക്ക വിടാ ഇവിടെ അവിടെ ഇതിവിടെ ഇതാ അത് നല്ലത് കിട്ടാലോ തോട്ടിട്ട് വരുവോ ഇന്ന് മഴ പെയ്യാലേ കിട്ടില്ല ഇടുവാ ആ ഇട്ടിട്ട് വാ ആ അവിടെ കയറിയ വേഗം ഇടാൻ പറ്റൂ കേട്ടാ തോട്ടി എടുത്തിട്ട് വാ ശ്രദ്ധിക്കണട്ടാ പറ്റുമെങ്കിൽ ഇട്ടാ മതിയേ. എന്തുമല തട്ടി ആ കൊമ്പുമല ശ്രദ്ധിക്കണേ. ബുദ്ധിമുട്ടാണെങ്കി ഇടണ്ട. ഇനി വെക്കണോടല്ലോ അറിയിക്കോ. ഇതുപോരെ അത് വലുതാണല്ലേ. ഹലോ, എല്ലാവർക്കും നിഷാസ് വേൾഡ് ചാനലിലേക്ക് സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വ്ലോഗിൽ നമ്മള് ഡ്രസ്സിങ് വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഡ്രസ്സുകളുടെ വീഡിയോ ഒന്നും അല്ല. ഇന്നിപ്പോ നമുക്ക് ചെടികളൊക്കെ ആകെ ഉണങ്ങി നിൽക്കുകയാണ്. അതിനൊക്കെ ഒന്ന് വെള്ളം നനയ്ക്കാനുണ്ട്. അപ്പോഴാണ് ചക്ക പഴുത്ത് വീണിട്ടേ അത് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പൊ അത് ഇടാൻ വേണ്ടിയിട്ട് ഏതായാലും ഉണ്ണിക്കുട്ടൻ ഇവിടെ ഉണ്ട്, കളിക്കാൻ പോയിട്ടില്ല. അപ്പൊ അവനെ കൊണ്ട് അത് ഇടുമായിരുന്നു. എന്നാലും മേലെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇനിയിപ്പോ തോട്ടി കൊണ്ടൊന്നും എത്തില്ല. അപ്പൊ എത്തുന്നിടത്തൊക്കെ ഇട്ടതാണ്. കാരണം ഇനി മഴ പെയ്താലൊന്നും വെള്ളം ഇറങ്ങിയിട്ടൊന്നും, ഇപ്പൊ തന്നെ മഴ പെയ്ത് അതൊക്കെ കൊണ്ടു. പക്ഷെ അപ്പൊ എത്തുന്ന ഭാഗത്തുള്ള ചക്കയൊക്കെ ഇട്ടു. 2 ചക്ക ഇതായിരുന്നു. അതായിരുന്നു ഇന്നത്തെ ജോലി കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മളുടെ വിങ്കാറോസ് കണ്ടോ, അങ്ങോട്ട് മേലേക്ക് പടർത്തിയിട്ടുണ്ട്. അപ്പോ വിങ്കാറോസില് ജന്തുക്കളൊന്നും വരില്ല എന്നാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത്, എല്ലാവരും പറഞ്ഞ് വീഡിയോസിലൊക്കെ കണ്ടത് കേട്ടോ. അപ്പൊ ഇനി അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പൊ എന്നാ മേലേക്ക് പടർത്തണ്ടല്ലോ. അതിലൊരു മുള്ളു പോലത്തെ ഒരു ഇതുണ്ട്, അതുകൊണ്ട് ജന്തുക്കളൊന്നും അതിൽ വരില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ചെടികളൊക്കെ നനയ്ക്കട്ടെ. ഇപ്പൊ ചക്ക ഇട്ട് ഒന്ന് ആകെ നാശമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കൊണ്ടുപോയി നമ്മള് അവിടെ തെങ്ങിന്റെ കടക്കിലേക്ക് ഇട്ടുട്ടാ. ഇനി ഉണ്ണിക്കുട്ടൻ കളിക്കാൻ പോവാണ്. ഞാനിതൊക്കെ ഒന്ന് നനയ്ക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ നമ്മള് വിങ്കാറോസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ശ്രദ്ധ കിട്ടാതെ ഇട്ടേ ഇപ്പൊ 2 ദിവസം. അപ്പൊ ഒന്ന് വെട്ടിക്കൊടുക്കാനുണ്ട്. ഒന്ന് വെട്ടാൻ സമയമില്ല. അപ്പൊ എല്ലാത്തിനും ഒന്ന് നനച്ചു കൊടുക്കട്ടെ. അപ്പൊ ആ നനയ്ക്കലും ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ ലാങ്കി ഉണ്ട് കേട്ടോ. ലാങ്കി ചെറുതാക്കി ഇങ്ങനെ വെട്ടി നിർത്തിയിട്ടുണ്ട്. ലാങ്കിയൊക്കെ വലിയ മരമായിട്ട് വരുന്നതല്ലേ. അപ്പൊ ഞാൻ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുകയാണ്. വെള്ളം എടുത്തിട്ട് ആ നനയ്ക്കുന്ന പൈപ്പ് ഉണ്ട്, പക്ഷെ അതില് നനച്ചാൽ അത്രയും ഒരു തോന്നില്ല. അപ്പൊ ഞാൻ ബക്കറ്റിൽ വെള്ളം എടുത്ത് നനയ്ക്കട്ടെ കേട്ടാ. ചെടികൾക്കൊക്കെ നനച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനി വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരണ്ട്. ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കുകയായി. അപ്പൊ ആ തിരക്കുകളൊക്കെ വരുമ്പോ ഇതിങ്ങനെ എത്രത്തോണ്ട് വീഡിയോ സംസാരിക്കാനും പറ്റുന്നില്ല.
എത്രകൊണ്ട് വീഡിയോ കറക്റ്റിന് ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പറ്റുമ്പോഴൊക്കെ ഇതുപോലെ ഇടുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഇട്ട്. പിന്നെ അതുപോലെ സാരിയുടെ വീഡിയോസ് വരുമ്പോൾ അങ്ങനെ പുതിയ പുതിയ സാരികൾ നമ്മൾ എടുക്കുമ്പോൾ അത് ബ്ലോഗിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരാന്ന് വിചാരിക്കുന്നു. അപ്പുറത്ത് നമ്മളൊരു മുരിങ്ങ, വീട്ടിൽ നിന്ന് കൊടുന്ന മുരിങ്ങയുടെ കമ്പ് നട്ടിട്ടുണ്ടായിരുന്നു. അത് മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ അലോവേരയുടെ ചെടി ഉണ്ട്. അപ്പൊ അതിനും നമുക്കൊന്ന് വെള്ളം നനച്ചിട്ട് വരാട്ടാ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ